What's up guys? Welcome back to our channel. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്നപ്പിനെയും പുള്ളപ്പിനെയും പറ്റി ഒരു കമ്പാരിസൺ ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, നമുക്ക് നല്ലൊരു അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ട് ചിന്നപ്പാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുള്ളപ്പാണോ ചെയ്യേണ്ടത്, ബിഗിനേഴ്സ് ഏതാണ് ചെയ്യേണ്ടത്? അതായത് ആദ്യം ജിമ്മിൽ ചെല്ലുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചിന്നപ്പാണോ പുള്ളപ്പാണോ? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം മസിൽ പാർട്ടുകളിലോട്ടാണോ ഇതിൻ്റെ ആക്ടിവേഷൻ പോകുന്നത് എന്നുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണുന്ന ഒരു ഡൗട്ട്സ് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വർക്കൗട്ടുകളും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബിഗിനേഴ്സ് ഏത് വർക്കൗട്ടാണ് ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ ഈസിയർ ആയിട്ടുള്ള വർക്കൗട്ട് ഏതാണ്, ഇതിൽ ഏത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടിലാടിക്കണ്ട, നേരെ തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് ചിന്നപ്പ് എന്താണ് പുള്ളപ്പ് എന്താണ് അതിനെപ്പറ്റി നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡി വെയിറ്റ് ഒരു വർക്കൗട്ടാണ്. ബോഡി വെയിറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടാണ്. വേറെ ഒരു എക്യുപ്മെൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു ബാറും പിന്നെ നമ്മുടെ ഈ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പുള്ളപ്പും ചിന്നപ്പും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പുള്ളപ്പ് ചെയ്താലും ചിന്നപ്പ് ചെയ്താലും ആക്ടിവേഷൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ബോഡിയിലോട്ട് തന്നെയാണ് കൂടുതലായിട്ടും ആക്ടിവേഷൻ പോകുന്നത്. അപ്പർ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള കിഡിൽ പോലുള്ള രണ്ട് വർക്കൗട്ടുകൾ തന്നെയാണ് പുള്ളപ്പും ചിന്നപ്പും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിൽ രണ്ടിലും വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗ്രിപ്പിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അതായത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോനേറ്റഡ് ഗ്രിപ്പാണ്, ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്പിനേറ്റഡ് ഗ്രിപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന പുള്ളപ്പിനെ പറ്റി സംസാരിക്കാം. പുള്ളപ്പ് ചെയ്യാൻ നേരം നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നത്? പ്രോനേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പിടിക്കുന്നത്. അതായത് നമ്മുടെ പാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് എവേ ആയിട്ടായിരിക്കും നമ്മൾ പിടിക്കുന്നത്. അങ്ങനെ പിടിക്കുന്നതിനാണ് നമ്മൾ പ്രോനേറ്റഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡർ വിത്തിൻ്റെയും എവേ ആയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ പുള്ളപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിക്കുന്നത്. ഗ്രിപ്പ് വരുമ്പോൾ കുറച്ച് എവേ ആയിട്ട് കുറച്ച് വൈഡർ ആയിട്ടായിരിക്കും നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ വൈഡ് കൂടുതൽ വരുന്ന ഗ്രിപ്പ്, അതുപോലെ തന്നെ പ്രോനേറ്റഡ് ഗ്രിപ്പ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പുള്ളപ്പിൻ്റെ അകത്താണ്. അപ്പോൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ്റെ ഭാഗത്ത് നമുക്ക് ഇത്ര തന്നെ ഈ പറയുന്ന പുള്ളപ്പിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന ചിന്നപ്പിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിന്നപ്പിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് സുപ്പിനേറ്റഡ് ഗ്രിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ സുപ്പിനേറ്റഡ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫേസിൻ്റെ ആ ഒരു ഫേസിലോട്ട് തന്നെ ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന സുപ്പിനേറ്റഡ് ഗ്രിപ്പ് നമ്മൾ പിടിക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇതിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ സുപ്പിനേറ്റഡ് ഗ്രിപ്പ് പിടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് വൈഡിലല്ല നമ്മൾ പിടിക്കുന്നത്. നമ്മൾ ചിന്നപ്പ് ചെയ്യുന്നത് ഒരിക്കലും വിത്ത് വൈഡ് പോകാറില്ല. അപ്പോൾ വൈഡ് കുറച്ച് കുറവാണ്. നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു വിത്ത് തന്നെ പിടിച്ചിട്ടാണ് ഈ പറയുന്ന ചിന്നപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ലാറ്റിസിമസ് ഡോർസിയാണ് നമ്മൾ പുള്ളപ്പ് ചെയ്യാൻ നേരത്ത് കൂടുതലായിട്ടും ആക്ടിവേഷൻ വരുന്നത്. ലാറ്റിസിമസ് ഡോർസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാറ്റ് മസിൽസ് നമ്മൾ ബാക്കിലോ അപ്പർ ബാക്കിലോട്ടൊക്കെ വന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോവർ ബാക്കിലോട്ട് വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റ്സ് അങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിൽ വിങ്സ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പോൾ ഏതായാലും ലാറ്റ്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഷോൾഡറിലോട്ടും ഒക്കെ ആയിരിക്കും കൂടുതൽ ആക്ടിവേഷൻ നമ്മൾ ഈ പറയുന്ന പുള്ളപ്പ് ചെയ്യുമ്പോൾ പോകുന്നത്. പക്ഷേ അതേസമയം ചിന്നപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആക്ടിവേഷൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ബൈസെപ്സിലോട്ടും ആയിരിക്കും. അപ്പോൾ ചെസ്റ്റ് മസിൽസിലോട്ടും ബൈസെപ്പ് മസിൽസിലോട്ടാണ് കൂടുതൽ ആക്ടിവേഷൻ പോകുന്നത്. ബാക്കിലോട്ട് തീർച്ചയായിട്ടും ആക്ടിവേഷൻ പോകുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ബൈസെപ്സിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് വർക്കൗട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ ഈ പറയുന്ന ചിന്നപ്പ് തന്നെയാണ് നമുക്ക് ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ബിഗിനർ ആണെങ്കിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ബൈസെപ്പ് മസിൽസും അതുപോലെ തന്നെ ചെസ്റ്റ് മസിൽസും ഒക്കെ അത്യാവശ്യം സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മുടെ ലാറ്റ് മസിൽസിന് അതുപോലെ തന്നെ അത്രയും സ്ട്രോങ്ങർ ആയിരിക്കണം എന്നില്ല. അത് മാത്രമല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇൻട്രഡക്ഷൻ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ചിന്നപ്പ് ചെയ്യാൻ നേരത്തും പുള്ളപ്പ് ചെയ്യാൻ നേരത്തുള്ള ബേസിക്കലി വരുന്ന ഒരു ബിഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്രിപ്പിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഗ്രിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പുള്ളപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് വൈഡായിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ട്, ഹാൻഡ് വൈഡായിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളോട്ട് പൊങ്ങാൻ വേണ്ടി പുള്ളി ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ചിന്നപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് അത്രയും ഡിഫിക്കൽട്ടി വരുന്നില്ല. നമ്മൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വൈഡായിട്ടല്ല പിടിക്കുന്നത്. അത് മാത്രമല്ല ബൈസെപ്സിൻ്റെ കൂടുതൽ ആക്ടിവേഷനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചിന്നപ്പ് തന്നെയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പുള്ളപ്പ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സംസാരിക്കും. അപ്പോൾ പുള്ളപ്പ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രോനേറ്റഡ് ഗ്രിപ്പിലായിരിക്കും നമ്മൾ ആദ്യം തന്നെ പിടിക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു വിടത്തിനെ കഴിഞ്ഞും എവേ ആയിട്ട് വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വലിയ മൊമെൻ്റ് ഒന്നും യൂസ് ചെയ്തുകൊണ്ടായിരിക്കും മേലോട്ട് പോകേണ്ടത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ബാക്ക്, അതായത് നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ് ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് അപ്പായിട്ടിരിക്കുന്ന രീതിയിൽ ബാക്കിലോട്ട് വെച്ചിട്ട് ചെസ്റ്റ് അപ്പർ ചെസ്റ്റ് ചെയ്യുന്ന ആ ബാറിൽ മുട്ടുന്ന രീതിയിൽ മേലോട്ട് പൊങ്ങിയിട്ട് സ്ക്വീസ് ചെയ്യുക. താഴത്തോട്ട് പതുക്കെ നമ്മൾ സ്റ്റഡി ആയിട്ട് തന്നെ പതുക്കെ താഴത്തോട്ട് ഇറങ്ങുക. അത് ഡ്രോപ്പ് ചെയ്ത് പതുക്കെ താഴത്തോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ താഴത്തോട്ട് ഇറങ്ങുക. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ പുള്ളപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പുള്ളപ്പ് ചെയ്യാൻ നേരത്തെ ഏതൊക്കെ മസിൽസിലോട്ടാണ് ആക്ടിവേഷൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ലാറ്റ്സിലോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഷോൾഡേഴ്സിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ പുള്ളപ്പ് കൂടുതൽ ഏതൊക്കെ മസിൽസിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് പുള്ളപ്പ് ചെയ്യേണ്ടത്, പുള്ളപ്പ് ചെയ്തിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ഡെഫിനറ്റ് ആയിട്ട് പോയി നോക്കുക. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ
തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഏതായാലും ചിന്നപ്പിലോട്ട് നമുക്ക് പോകാം. ചിന്നപ്പിൻ്റെ കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് എക്സാക്ട്ലി സെയിം സംഭവമാണ് വരുന്നത്. പക്ഷേ അതേസമയം നമ്മൾ സുപ്പിനേറ്റഡ് ഗ്രിപ്പാണ് നമ്മൾ പിടിക്കുന്നത്. അത്ര ഉള്ളതുപോലെ തന്നെ വിട്ട് ഒരുപാട് വരുന്നില്ല. വൈഡായിട്ട് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ തന്നെ നമുക്ക് പിടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മേളിലോട്ട് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിൽ തന്നെ കൺട്രോൾ ആയിട്ടുള്ള രീതിയിൽ മേലോട്ട് പോകുന്നത്. ഷോൾഡർ ബെഡ്സ് ബാക്കിലോട്ട് അയക്കണം. ചെസ്റ്റ് ചെയ്യുന്ന മേളിൽ മുട്ടുന്ന രീതിയിൽ പതുക്കെ പൊങ്ങുന്നു, താഴത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസം പുറത്തോട്ട് വിടുന്നത് വളരെ നല്ലതാണ്. ആ രീതിക്ക് വേണം ബ്രെത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതായത് മേലോട്ട് പോകുമ്പോൾ ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് മേലോട്ട് പോകുക, എന്നിട്ട് താഴോട്ട് ശ്വാസം എടുത്തിട്ട് താഴത്തോട്ട് വരിക. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പുള്ളപ്പും ചിന്നപ്പും ചെയ്യുന്നത്. ചിന്നപ്പിക്കാൻ നേരത്തെ ഏതൊക്കെ മസിൽസിലോട്ടാണ് ആക്ടിവേഷൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈസെപ്സിലോട്ട് പോകുന്നുണ്ട്, ചെസ്റ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെയാണ് ആക്ടിവേഷൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ പറയുന്ന പുള്ളപ്പും ചിന്നപ്പും എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ് ആക്ടിവേഷൻ പോകുന്നത്, ബിഗിനേഴ്സ് ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി കാണുമായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഇതിൽ ഏതായാലും സ്കിപ്പ് ചെയ്ത് കളയണോ, ചിന്നപ്പ് ഇനിയിപ്പം ചിന്നപ്പ് മാത്രം ചെയ്താൽ പോരെ എന്നാൽ പിന്നെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോരാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് വേണം, നിങ്ങൾക്ക് നല്ല ഒരു തിക്കായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുള്ളപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആംസിലോട്ട് നല്ല ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി, ചെസ്റ്റൊക്കെ നല്ല കിടിലമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന ചിന്നപ്പ് വളരെ നല്ലതാണ്. അതുപോലെ ബാക്കിലോട്ട് ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടിൻ്റെ ആക്ടിവേഷൻ കുറച്ചൊക്കെ ഡിഫറൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. രണ്ടും ബാക്കിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്, അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണെന്ന് പറയുക മാത്രമല്ല, രണ്ടിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ചിന്നപ്പ് ചെയ്യാൻ നേരത്ത് കൂടുതൽ ആംസിലോട്ട് നമുക്ക് കൂടുതലൊരു ആക്ടിവേഷൻ പോകുന്നുണ്ടെങ്കിൽ പുള്ളപ്പ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലാക്സിലോട്ട് കൂടുതലൊരു ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ബോഡി ബിൽഡിംഗ്, ഒരു മസിൽ ബിൽഡിംഗ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് നിങ്ങൾ ഈ പറയുന്ന വർക്കൗട്ടിനകത്ത് നിങ്ങൾ ഏത് വർക്കൗട്ട് ആയിക്കോട്ടെ, നിങ്ങളിപ്പം ബാക്കിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അപ്പർ ബോഡിക്ക് വേണ്ടിയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന രണ്ട് വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂളിനകത്ത് പുള്ളപ്പ് ഉൾപ്പെടുത്തണം, ചിന്നപ്പ് ഉൾപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് സ്ക്വീസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ രണ്ടും നിങ്ങൾ നിങ്ങളുടെ ഈ വർക്കൗട്ട് ഷെഡ്യൂൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മസിലിലോട്ടാണ് കൂടുതൽ ആക്ടിവേഷൻ വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ രണ്ടും ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടം ലൈനോട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് അതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് നമ്മൾ ചെയ്തത്. അതായത് പുള്ളപ്പ് ചിന്നപ്പ് ഇത് രണ്ടിനും വേണ്ടി എടുത്തിട്ട് ചെറിയൊരു കമ്പാരിസൺ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റാണുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിങ്ങൾക്ക് താങ്കളുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനിയും കിടലുമായിട്ടുള്ള മറ്റു വീഡിയോകൾ നമുക്ക് കാണാം.